ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇറാനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇറാന്റെ മേലിലുള്ള ഇമിനൻ്റ് ആയിട്ടുള്ള US സ്ട്രൈക്കിനെ കുറിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം പ്രേക്ഷകർക്ക് മിക്കവാറും അറിയാം എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇറാനിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ത് എന്നുള്ളത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് ജൂബിലേഷൻ അവിടുത്തെ റെഷീം പാർട്ടിക്കും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള മതരാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ ഇസ്ലാമോ ലെഫ്റ്റ് എന്നറിയപ്പെടുന്ന സോ കോൾഡ് ഈ ലിബറൽ, അതുപോലെ തന്നെ റിഗ്രസീവ് ലിബറൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് ഗാസയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നടന്ന ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിലൊക്കെ മരണമടഞ്ഞ മനുഷ്യരെ അതിൻ്റെ പേരിൽ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, അലറി വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ, കഫിയ ചുറ്റിയവർ, വലിയ വലിയ മീറ്റിങ്ങുകൾ നടത്തിയവർ, വലിയ വലിയ എഡിറ്റോറിയലുകൾ എഴുതിയവർ, പിന്നെ പല പല പേര് വിളിച്ചു കരഞ്ഞവർ, ഇതൊക്കെ നല്ലത് തന്നെ നമ്മൾ ഒരു പരിധിവരെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു റെഷീം അവരുടെ ജനങ്ങളെ തന്നെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുക. ഇറാനിൽ കുറേ ദിവസമായിട്ട് നടന്ന ഒരു സൈറ്റ് വളരെ ഹൃദയഭേദകമാണ്. IRGC എന്ന് പറയുന്ന ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷൻ റിപ്പബ്ലിക് ഗാർഡ്സ് ഒരു നിറതോക്കുകളുമായിട്ട് സ്ട്രീറ്റുകളിൽ അലഞ്ഞു തിരിഞ്ഞ് കാൽനടയായിട്ടും ഓപ്പൺ ആയിട്ടുള്ള വാഹനങ്ങളിലും വെടിവെക്കുക എന്ന് പറയുമ്പം ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ പ്രക്ഷോഭം നടത്തുന്നു, പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അവരുടെ കയ്യിൽ തോക്കില്ല, അവർ ഈ പറയുന്ന ആയുധങ്ങളൊന്നുമില്ല. വെറുതെ വെടിവെച്ച ആളുകളെ കൊല്ലുകയാണ്. എത്ര പേരെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. 12,000 to 20,000 എന്നൊക്കെയാണ് ആവറേജ് അൺഒഫീഷ്യലായിട്ട് പലരും പറയുന്നെങ്കിൽ അതിലും കൂടുതലാകാം എന്നാണ് പറയുന്നത്. ചില കണക്കുകൾ ഞാൻ കണ്ടു 30,000. എന്തായാലും ഔദ്യോഗികമായിട്ട് ഇസ്രയേലിലെ ഈ മതഭരണകൂടം 5,000 പേരുടെ സംഖ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ 2,500 പറഞ്ഞു, പിന്നെ 3,000-ലധികം പറഞ്ഞു, ഇപ്പം 5,000 ഒഫീഷ്യലി അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 12,000 to 20,000 എന്ന് പറയുന്ന ഒരു മരണസംഖ്യ ആണ് ഇപ്പോൾ പൊതുവിൽ. കൂടുതൽ വ്യക്തതയില്ല, എങ്കിലും അതാണ് കൂടുതൽ പറയുന്നത്. ഈ ഇത്രയും പേര് അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ സിറ്റിസൻസ് ആണ്. അപ്പം ആയത്തുള്ള ഖാമനി പറഞ്ഞിട്ടുള്ളത് ഇവര് ഫോറിൻ ഇൻസ്പയർഡ് ആണ്, വിദേശത്തിൽ നിന്നാണ് അവർക്ക് സഹായം വരുന്നത്, എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ ആണ് എന്നാണ്. എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ ഇറാനിലെ റെഷീം ചേഞ്ചിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്, അതൊരു വസ്തുത തന്നെയാണ്. വാട്ട് ഈസ് റോങ് വിത്ത് ഇറ്റ്? അതെല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നതല്ലേ. അതാത് രാജ്യങ്ങളിൽ നിന്ന് ഒരു ഒപ്രസീവായിട്ടുള്ള അവിടെ താമസിക്കാൻ കഴിയാതെ ഓടിപ്പോകുന്ന ആ രാജ്യത്തെ പൗരന്മാർ, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അവർ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ ആ രാജ്യക്കാരല്ലാതായി മാറുന്നില്ലല്ലോ. ഇവരാരും ഇറാൻകാരല്ല എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക? ഈ പറയുന്നവൻ ഇറാൻകാരനാണോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മനുഷ്യരാണ്, അവർക്ക് അവിടെ നിൽക്കാൻ വയ്യ. അവർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ഈ മതമാലിന്യം അവിടുന്ന് തുടച്ച് നീക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. 2009 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 റിവോൾട്ടുകൾ, 9 പ്രൊട്ടസ്റ്റുകൾ, മാസ് പ്രൊട്ടസ്റ്റുകൾ, വലിയ മരണസംഖ്യ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളവ ഉൾപ്പെടെ 9 പ്രൊട്ടസ്റ്റുകൾ 2009 മുതൽ 2009 കൂട്ടി നോക്കുക. അപ്പൊ ഇതിലെല്ലാം തന്നെ എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷന്റെ പിന്തുണ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെയും കുറഞ്ഞും ഉണ്ടാകും. പക്ഷെ എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പുറത്തുള്ള ഡയസ്പോറ പോപ്പുലേഷൻ അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ മാത്രം വിചാരിക്കുന്നത് കൊണ്ടും
അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് എത്ര വലിയ മൗഢ്യമാണെന്ന് നോക്കുക. കാരണം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അൺട്രസ്റ്റ് ഉണ്ട്. ഓരോ തവണയും അവർ പുറത്തിറങ്ങുന്നു. കാരണം അവർക്ക് ഈ റെഷീമിനെ മാറ്റാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു റെഷീമിനെ, ഒരു മതഭരണകൂടം, ഒരു ഇത്തിൽ കണ്ണി പോലെ ഒരു സമൂഹത്തിൽ പിടിച്ച് ചേരുന്ന ഒരു മതഭരണകൂടത്തെ എങ്ങനെയാണ് മാറ്റുക? നിങ്ങൾ പറയും ഇലക്ഷനിലൂടെ മാറ്റാവുന്നത്. ഇലക്ഷനിൽ എന്ത് ഇലക്ഷൻ? അവിടെ എന്ത് ഇലക്ഷനാണ് ഉള്ളത്? അവിടെ ഈ മസൂദ് പെസഷ്കിയാൻ വരും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഇതെല്ലാം താമ്പൂലവും കിണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ ആരെങ്കിലും പുതിയ പുതിയ ആളുകൾ വരുമെന്നല്ലാതെ അവിടെ മുള്ളാഭരണമാണ്, അവിടെ മജ്ലിസാണ് ഭരിക്കുന്നത്. കാമനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ് അവിടുത്തെ IRGCയും അതോടൊപ്പം തന്നെ ഇറാനിയൻ ദേശീയ സേനയും. എങ്ങനെയാണ് അയാളെ മാറ്റുക? അയാൾ ഇറങ്ങിപ്പോവില്ല. ഈ ഒരു സൈന്യത്തിന് മുഴുവൻ ഇത് കൊടുത്തിരിക്കുന്ന ഈ ഭരണകൂടത്തെ സംരക്ഷിക്കാനാണ്. ഭരണകൂടത്തെ സംരക്ഷിക്കുക, രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, ജനങ്ങളെ കൊന്നു ഈ മതഭരണകൂടത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ IRGCയുടെ ദൗത്യം. അപ്പം പല ആളുകളും ഭയങ്കര ആഹ്ലാദത്തിലാണ്. ഇതേ ആളുകൾ തന്നെയാണ് ഗാസയിലെ ഉണ്ടായ മരണം അതിനെ ആഘോഷിച്ചത്. ഗാസയിൽ ഇൻ ദ സെൻസ് ദാറ്റ് ഗാസക്കാർ നടത്തിയ ഇൻവേഷൻ, അതാണ് ഞാൻ ആദ്യം എപ്പോഴും പറയുക. അതേപോലെ ബ്രൂട്ടലായിട്ടുള്ള ഒന്ന് അപൂർവമാണ്. പിന്നീട് തിരിച്ചടി, ഇതെല്ലാം തന്നെ മരണമാണെന്ന്, ചില മരണങ്ങൾ മരണമാണെന്നും ചില ദുഃഖങ്ങളാണെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു മതതിമിരം, അത്തരം ആൾക്കാരെല്ലാം ഇപ്പൊ സൈലന്റ് ആണ്. ഇത്രയും ഈ പറയുന്ന 10,000-കണക്കിന് ആളുകൾ, സിവിലായിട്ടുള്ള ആളുകൾ, അതും 30 വയസ്സിന് കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ എന്നായിരുന്നല്ലോ. ഈ കൊല്ലപ്പെട്ട 10,000-ങ്ങളിൽ മഹാഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്. ഇപ്പൊ IRGCയുടെ സൈന്യം ഓരോരോ വീടാന്തരം കയറി ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് തന്നെ ആളുകളെ, പരിക്കേറ്റവരെ വെടിവെച്ചു കൊന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇവരെ ഇന്റർനെറ്റ് മുഴുവൻ ഓഫാക്കിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ സ്വന്തം ജനതയെ കൂട്ടക്കൊല നടത്തിയത്. അപ്പൊ അതില് ഓഫ് കോഴ്സ് അക്രമം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്രമം നടന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞു, ഈ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പം അത് അക്രമത്തിലേക്ക് തിരിയും. അത് എല്ലായിടത്തും നടക്കുന്നതാണ്. അതിനെ ഒരു കാരണവശാലും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് സംഭവിച്ചു പോകുന്നതാണ്. പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകളിലെല്ലാം പൊതുവിൽ സംഭവിക്കാറുണ്ട്. കുറെ സെക്യൂരിറ്റി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൈന്യത്തോടാണ് ജനങ്ങൾ ഏറ്റുമുട്ടുന്നത്, ബൈ ആൻഡ് ലാർജ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്? അവരുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും തോക്കുകളും എല്ലാം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ IRGC എന്ന് പറയുന്ന അത്ര വലിയ കേമൻ സേനയൊന്നും അല്ലല്ലോ. അവർക്കും ശരിക്കും പ്രശ്നം ഉണ്ടായേനെ. അങ്ങനെ ഒരു പരിക്കേറ്റവരുടെ എണ്ണം നോക്കിയാലോ മരിച്ചവരുടെ എണ്ണം നോക്കിയാലോ അങ്ങനെ ഒരു സംഗതി കാണുന്ന, ഒരു സ്ട്രീറ്റ് ബാറ്റിലിന്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പം ഈ ഹമാസ് എന്താണോ ചെയ്തത്, സ്വന്തം ജനതയോട് ചെയ്തത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതേപോലെ ക്രൂരതയാണ് ഈ കാമനി എന്ന് പറയുന്ന മതവെറിയൻ. 83 വയസ്സുണ്ട്. കൊന്നു തള്ളാനായിട്ട് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ആ കൊലപാതകങ്ങളൊന്നും അയാളെ ഒരു രീതിയിലും സ്പർശിക്കുന്നില്ല. സ്വന്തം ജനതയാണ് കൊല്ലുന്നത്. ആ രാജ്യത്ത് അയാളോടൊപ്പം തന്നെ ജീവിച്ചിരിക്കാൻ അധികാരവും അവകാശവും ഉള്ള മനുഷ്യനെ അയാൾ കൊന്നു തള്ളുന്നത്. അയാൾ പോവില്ല. ഇവിടെ അതിന് ആനുപാതികമായിട്ടുള്ള മൗനം, അത് മാരകമാണ്. ആരും അതിനെക്കുറിച്ച് വിലപിക്കുന്നില്ല. ഇനി അടുത്ത തവണ വിലപിക്കാൻ ഇവർ വരുമ്പോൾ ഇവരെ എന്താ ചെയ്യുക? ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ കൂട്ടർ ഇനിയും വരും, കഫിയെയും ചുറ്റി പേരും വിളിച്ച് ആർത്തനാദവുമായിട്ട് മതം നോക്കി മോങ്ങാനെത്തും. മനുഷ്യരെക്കുറിച്ച് ചിന്തയില്ലാത്ത ഡാഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഡാഷ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൂരിപ്പിക്കാം. ബട്ട് ഇറ്റ്സ് ഗാസയിൽ മരിച്ചത് ദുഃഖകരമാണ്. മനുഷ്യരാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. ഇതിനകത്തൊന്നും ആർക്കും ഒരു തർക്കമില്ലല്ലോ. ഇതിലൊക്കെ ആരാണ്ടൊക്കെ ഉന്മാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആരും അർമാദിച്ചില്ല, ആരും ഉന്മാദിച്ചില്ല. മനുഷ്യരായിട്ടുള്ളവർ ആരും ചെയ്തിട്ടില്ല. മതജീവികൾ ചെയ്തിട്ടുണ്ടാവാം, മനുഷ്യരായിട്ടുള്ള ആരും ചെയ്തിട്ടില്ല. അവർക്ക് അതിലോ ഇതിലോ ഉന്മാദമോ സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുക. പക്ഷെ അതിപ്പോൾ സംഭവിക്കുന്നില്ല. നമ്മുടെ ഘോര വിപ്ലവകാരികളും പിന്നെ ഓരോരോ എന്തെല്ലാം ടീമുകളാണ്, ഒരാളെയും കാണാനില്ല. ചിലർക്കൊക്കെ വളരെ ഗൂഢാഹ്ലാദം, അമർത്തിച്ചിരി, അത് തീർത്തു കേട്ടോ, അതങ്ങ് തീർത്തു കേട്ടോ. അവിടുത്തെ ഞൊളപ്പങ്ങ് തീർത്തു. ഇന്ന് ഞാൻ കുറെ കമന്റുകളാണ്, ഞൊളപ്പ് തീർത്തു.
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിത് ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാണ് ഇത് എന്തായി തീരുമെന്ന് അറിയില്ല. ഇതേ ഒരു ജനതയ്ക്ക്, ആയുധം ഇല്ലാതെ ഒരു ജനതയ്ക്ക് ആയുധം കൈവശമിരിക്കുന്ന ഒരു സൈന്യത്തോട്, ആയുധം മാത്രമല്ല ദ വിൽ ടു കിൽ, അത് വളരെ പ്രധാനമാണ്. എല്ലാ സൈന്യങ്ങളും ഇങ്ങനെയല്ല. സ്വന്തം ജനതയ്ക്കെതിരെ വെടിവെക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന സൈന്യം ഉണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ചരിത്രം നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഇതല്ല ഈ മതവെറിയന്മാരുടെ ഭരണകൂടം അവിടെ സംഭവിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരും ഒക്കെ ഇപ്പൊ എവിടെ പോയി എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇത്ര ചെറുപ്പക്കാരികൾ, അതാണ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവരെല്ലാം വിദേശീയരാണെന്നാണ് പറയുന്നത്. വിദേശത്തുള്ള ആരും ഒരു സമരത്തെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? ഇന്ത്യയിൽ നടക്കുന്ന പല സമരങ്ങൾക്കും വിദേശത്ത് നിന്ന് സഹായമില്ലേ? എല്ലാ തരത്തിലും സഹായമില്ലേ? മീഡിയ സപ്പോർട്ടില്ലേ? കുത്തിത്തിരിപ്പില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ സമരങ്ങളും ഇതേപോലെ രാജ്യവിരുദ്ധവും കപടമാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. ഇത് വളരെ എന്താ പറയാ, ഒരു സന്നിഗ്ധ ഘട്ടം എന്നേ പറയാൻ പറ്റൂ. ട്രംപ് പറഞ്ഞിരുന്നത് ഹെൽപ്പ് വരുന്നുണ്ട് എന്നാണ്. പക്ഷെ ട്രംപ് അവസാനം പറഞ്ഞത് കുറെ പേര് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് ഒരു 800 പേരെ അവർ ഒരുക്കി നിർത്തിയിരുന്നതാണ്. ഞാൻ പറഞ്ഞു കേട്ട് അവർ നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് US സൈനിക നീക്കം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉപോത്ബലകമായ പറയുന്ന ഒരു കാര്യം, സൗദി അറേബ്യ 2019 അരാംകോ 2-3 റിഫൈനറികളിൽ ഹൂത്തീസ് നടത്തിയ ഡ്രോൺ ആക്രമണം നിങ്ങൾ ഓർത്തോ? നിന്ന് കത്തുകയായിരുന്നു. ശരിക്കും ഹൂത്തികളാണ് ചെയ്തെങ്കിൽ ഇറാൻ അതിന്റെ പിന്നിലുണ്ട് എന്ന് സൗദിയും അമേരിക്കയൊക്കെ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അന്ന് അമേരിക്ക സൗദിക്ക് വേണ്ടി പ്രത്യാക്രമണം നടത്താൻ തുനിഞ്ഞില്ല. ഇസ്രയേൽ ആവട്ടെ ഇന്റലിജൻസ് സപ്പോർട്ടും കൊളാബറേഷനും ഒക്കെ കൊടുത്തു. അങ്ങനെയാണ് ഈ ശരിക്കും അരാംകോ ആക്രമണമാണ് ഇസ്രയേലിനെയും സൗദിയെയും കൂടുതൽ അടുപ്പിക്കുന്നത്. ഇറാനെതിരെ ഒരു ഫുൾ സ്കെയിൽ വാറിന് അന്ന് സൗദി പോയില്ല. മറിച്ച് സൗദി ചെയ്തത് ഡിപ്ലോമാറ്റിക് ആയിട്ടും ടാക്ടിക്കലായിട്ടും നിന്നു. അതിനോടൊപ്പം തന്നെ ഹൂതിയിൽ തങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം കൂടുതൽ ശക്തിപ്പെട്ടു. അവിടെയും സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും മരിച്ചു വീണു. പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ പത്രങ്ങളിലോ തെരുവുകളിലോ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ. സൗദി യമനിൽ നടത്തിയ ബോംബിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. നമുക്ക് എപ്പോഴും ജ്യൂസ് ഉണ്ടെങ്കിലേ ന്യൂസ് ഉള്ളൂ എന്ന് പറയുന്നതാണ്. ഒരു അതിന്യൂനപക്ഷത്തെ അവരെങ്ങനെങ്കിലും സർവൈവ് ചെയ്യുന്ന ഒരു അതിന്യൂനപക്ഷത്തെ സംബന്ധിച്ച വാർത്തകൾ മാത്രമാണ് അലമുറയിടുന്ന ഒരു ഭൂരിപക്ഷ ഭീകരത, അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ അതിഘോര എന്താ പറയുന്നത് മാനവികവാദികൾ. അപ്പം ട്രംപിനെ പല അവിടെയുള്ള പ്രത്യേകിച്ച് UAEയും സൗദി അറേബ്യയും നല്ല ഒരു രീതിയിലല്ല, യമനിൽ അവരെ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ തുർക്കി, ഇവരെല്ലാം ഉപദേശിച്ചത് ട്രംപിനെ ഇപ്പോൾ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ബാലൻസ്, അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് പോകും, പിന്നെ ഇവിടെ മാറി വരുന്ന റെഷീം തന്നെ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണ്, ഒരേ പത്രങ്ങളിലും വാർത്തകളിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സൗത്ത് ചൈന സീയിൽ നിന്ന് ഈ US എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പല് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച ആയില്ല, ഒരു 4 ദിവസമായി കാണുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അത് മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാറായിട്ടില്ല, പക്ഷെ പ്രയാണത്തിലാണ്. സാറ്റലൈറ്റ് പിക്ചേഴ്സ് എല്ലാം സൂചിപ്പിക്കുന്നത് US ആസറ്റ് ദീഗോ ഗാർഷ്യയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാവുന്ന തരത്തിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. 2 ദിവസം മുന്നേ വരെ ലോകമെമ്പാടുമുള്ള ചാനലുകളും പത്രങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് അമേരിക്ക ഇപ്പോൾ ഒരു ടാക്ടിക്കലായിട്ട് റിട്രീറ്റ് ചെയ്ത് നിൽക്കുകയാണ്, തീർച്ചയായിട്ടും അടിക്കും, അതിന് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അമേരിക്ക
ഫുള്ളി എക്വിപ്ഡ് ആയതിനു ശേഷം, എന്നാൽ ആക്രമിക്കുന്നില്ല എന്നൊരു ധാരണ സൃഷ്ടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് അതിശക്തമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവം അമേരിക്കയുടെ ഓപ്പറേഷനുകളെല്ലാം കാണാൻ കഴിയും. ഈവൻ ഈ മഡൂരയുടെ ഒരു ഇത് നോക്കുക, അത് വെച്ച് നീട്ടി 2-2.5 മാസം വന്നപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത്? അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല. മഡൂര ഈവൻ കവോർഡ്, നീ എന്നെ ഒന്ന് കമോൺ ആൻഡ് ഗെറ്റ് മീ എന്നൊക്കെ ഉള്ള, കം ആൻഡ് ഗെറ്റ് മീ എന്നൊക്കെയുള്ള വീരവാദങ്ങൾ വരെ. പക്ഷെ ആ ഓപ്പറേഷൻ അമേരിക്ക നടത്തിയിരുന്നു, കമ്മിറ്റഡ് ആയിട്ടുള്ള. ട്രംപിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ട്രംപ് പറയുന്ന പല കാര്യങ്ങളും വെറും വാക്കുകളാണ്, പക്ഷെ പല കാര്യങ്ങളും ട്രംപ് നടത്തിയിട്ടുണ്ട് ഇൻ ദ സെൻസ് അത് അനുകൂല സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് ട്രംപ് നടത്തുന്നത്. ട്രംപിന് പരാജയപ്പെടാൻ താല്പര്യമില്ല. വിജയങ്ങൾ പോലും ആഘോഷിക്കാത്ത മനുഷ്യരുടെ മുന്നിൽ തൻ്റെ പരാജയം അതിഘോരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെടും എന്ന് ട്രംപിന് അറിയാം. ഒരു വേവ് ഓഫ് സപ്പോർട്ടിലാണ് ട്രംപ് പോകുന്നത് അവിടെ. അത് ഒരു പക്ഷത്തിന്റെ സപ്പോർട്ടാണ്. അത് ഫോക്സ് ന്യൂസ് തൊട്ട് അവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ അമേരിക്കയിലും ഇന്ത്യയിൽ പ്രധാനമായിട്ടും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ താരിഫ് വന്നതിന് ശേഷം പണ്ട് സംഘപരിവാർ കുറെ ആളുകളൊക്കെ ട്രംപിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അത് വളരെ വിചിത്രമാണ്. പുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘോര വിപ്ലവകാരികൾ അമേരിക്ക എതിർത്താൽ എന്ത് റേപ്പാണെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന, ഹമാസ് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നില്ല. അത്ര അന്ധമായ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് പലപ്പോഴും, ഇൻഹ്യൂമൻ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് നമ്മളുടെ കേരളത്തിലൊക്കെ പലപ്പോഴും കാണുന്നത്. അത് പോട്ടെ. പക്ഷെ ട്രംപ് ഇതിനകത്തുനിന്ന് പിന്മാറിയോ ഇല്ലയോ എന്ന് അറിയാൻ ഇപ്പൊ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊതുവിൽ ഇപ്പൊ എല്ലാവരും ഒരു ലള്ളിലാണ്. അവർ കരുതുന്നത് അമേരിക്ക ആക്രമിക്കില്ല. അമേരിക്ക മറ്റ് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സഖ്യരാജ്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ പിന്മാറി നിൽക്കുകയാണ്. പിന്നെ എന്തിനാണ് എബ്രഹാം ലിങ്കൺ പോകുന്നത്, ആസറ്റ്സ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ എന്തായാലും പറഞ്ഞില്ലയോ ഒന്ന് പോയിട്ട് വരാം എന്ന രീതി പോകുന്നു എന്നൊക്കെയുള്ള വിശകലനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ഫൈനൽ വാക്ക് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അമേരിക്കയുടെ ചരിത്രം, പ്രത്യേകിച്ച് ഇറാൻ നടത്തുന്ന ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, ഇപ്പോൾ ആയത്തുള്ള ഖാമനൈ വീണ്ടും വലിയൊരു ഈ സർക്കാർ സ്പോൺസേഡ് പ്രകടനവും ഒക്കെ നടത്തി. സർക്കാർ സ്പോൺസേഡ് പ്രകടനം, ആ ഒരു പ്രകടനം തന്നെ പണ്ട് ഖസീം സുലൈമാനിയുടെ മരണത്തിനോടനുബന്ധിച്ച് ടെഹ്റാനിൽ നടന്ന പ്രകടനമൊക്കെ സർക്കാർ സ്പോൺസേഡ് പ്രകടനമായിട്ട് ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞൊരു വിവാദമായിരുന്നു. എന്നാലും മസൂദ് പെഷസ്കിയാൻ പ്രസിഡന്റ് ഉൾപ്പെടെ കുറെ ആളുകളൊക്കെ നടന്ന് തെരുവിലൂടെയൊക്കെ വലിയൊരു സംഭവം ഉണ്ടാക്കി. അത് നമ്മളിവിടെ കാണാറുണ്ടല്ലോ, ചില റെസ്പോൺസ്, പാർട്ടി റെസ്പോൺസ് പോലെ, ഭരണകൂട റെസ്പോൺസ് എന്നൊക്കെ പറയും. ഇപ്പോ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാ സിറ്റികളിലും ഏതാണ്ട് ഇറാന്റെ 100%, ഇറാന്റെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇതേപോലെ ആളുകൾ പങ്കെടുത്ത ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. പിന്നെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യരല്ലേ, തെരുവിൽ നടന്ന് ഇങ്ങനെ വെടിവെച്ചിടുന്നു, വീടുകളിൽ കയറി വെടിവെച്ചിടുന്നു, ആശുപത്രികളിൽ കയറി വെടിവെച്ചിടുന്നു, പിടിക്കുന്നവരെ പരസ്യമായി തൂക്കിക്കൊല്ലുന്നു. മനുഷ്യർക്ക് ഈ ഭയം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതില്ലാത്തവരില്ല, പക്ഷെ അതുകൂടി മറന്നുകൊണ്ട് സ്വന്തം ജീവൻ കൂടി തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു റെഷീം ചേഞ്ചിന് വേണ്ടി എത്ര മനുഷ്യർ ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഒരുപാട് കുറവായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐതിഹാസികമായ ഒരു സമരമാണ് ഇറാനിൽ നടന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു രാജ്യം മുഴുവൻ ഏതാണ്ട് എല്ലാ പ്രവിശ്യകളിലും വമ്പൻ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഏതാണ്ട് 2 ആഴ്ച, 2 കുറെ ആഴ്ചകൾ, ഇന്നലെയും പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കണ്ടത്. അത് വരുന്നതെല്ലാം ഈ പ്രൊട്ടസ്റ്റ് ചാനലുകളിൽ നിന്നാണത് വരുന്നത്. ശരിയായിരിക്കാം. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഈ പ്രൊപ്പഗാൻഡകൾ ഒന്നും തന്നെ, ഇരുഭാഗത്തു നിന്നുള്ള പ്രൊപ്പഗാൻഡകൾ നമ്മളൊരു പിഞ്ച് ഓഫ് സാൾട്ട് ആവശ്യമാണ്. അത് ഒരല്പം ഉപ്പ് കൂട്ടി കഴിച്ചാൽ മതിയാവും. പക്ഷെ ലോകത്തിന്റെ ചരിത്രം നോക്കണം, അതിലെ 21ാം നൂറ്റാണ്ടിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, സ്വന്തം ജനങ്ങൾക്ക് നേരെ നടത്തിയ ഡെമോസൈഡ് എന്ന് പറയുന്നത്, ജനങ്ങളെ വെടിവെച്ചു കൊല്ലുക നല്ല എളുപ്പമല്ലേ?
തെരുവിലേക്ക് ഇറങ്ങുക, കണ്ണി കാണുന്നവരെല്ലാം വെടിവെച്ചുമില്ല, എന്നിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറയുക. വിളിയട കാമനിക്ക് സിന്ദാബാദ്. ഇതിന്റെ 4-1 പോയിട്ട് ഒരു 10,000-1 വേറെ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും, എന്തെല്ലാം ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും, എന്തെല്ലാം ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും ഒക്കെ ഇവിടെ വിലാപങ്ങളും വിദ്വേഷങ്ങളും പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇവിടെ കിടന്ന് തിളച്ചു മറിഞ്ഞു ഒലിച്ച് ഉരുകി തിമിർക്കേണ്ടതാണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. എത്ര എത്ര നിസ്സാരമായിട്ടാണ് മതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാര്, നമ്മുടെ ബുദ്ധിജീവികള്, സിംപ്ലി അടിമത്ത നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമാണിത്. പക്ഷെ അടിമകളാകാൻ ഇത്രയധികം താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവരുടെ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതിഭീകരമായ വീരവാദങ്ങളും സ്വയം പുകഴ്ത്തലുകളും സ്വയം വീർപ്പിക്കലുകളൊക്കെ തന്നെയാണ്. ഇതൊരു വിഷയമേ അല്ല. ഈ കേരളത്തിലൊരു വിഷയമല്ല ഇറാൻ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒറ്റ കാര്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ എല്ലാം. സിംപ്ലി കമ്മ്യൂണൽ പൊളിറ്റിക്സ്. ഞാനിത് എപ്പോഴും പറയാൻ പോലെ നിങ്ങളത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നു, ലളിതവൽക്കരിക്കുന്നു. അതിനേക്കാളൊക്കെ വലിയ കൂടിയ സാധനമാണ്. ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഇങ്ങനെ മാത്രമേ പോവുള്ളൂ. ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ നോക്കാം. ഇതില് ഖാമനെ ഇപ്പോഴും രക്ഷപ്പെടുമോ എന്ന് പലരും പറയുന്നു. ഇപ്പോഴും രക്ഷപ്പെടും എന്ന്. വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഖാമനെ കുറെ റെട്ടറിക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവര് ക്രിമിനൽസ് ആണ്, ഇതെല്ലാം കൊല്ലുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൊന്നത് ക്രിമിനൽസ് ആണെങ്കിൽ ഖാമനയുടെ ഒരു ചോദ്യം നമ്മൾ അറിയാതെ ചോദിക്കുന്നത്, ഈ അക്രമം നടത്തിയവർ ക്രിമിനൽസ് ആണെങ്കിൽ ഓക്കെ, അക്രമം നടത്തിയവർ ക്രിമിനൽസ് ആണ്. അവര് പ്രൈസ് റൈസിനെ കുറിച്ചും ഹൈപ്പർ ഇൻഫ്ലേഷനെ കുറിച്ചും ജീവിത സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇത് എവിടെ തുടങ്ങിയത്? ഇത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ തുടങ്ങിയത്? അവിടെ പാർട്ടിയില്ല, പ്രതിപക്ഷമില്ല, ഒന്നുമില്ല. പിന്നെ ആരാണ് ഇത് സഹായിക്കേണ്ടത്? അവിടെ ഒരു പ്രതിപക്ഷത്തെ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ? അവിടെ ഒരു പാർട്ടി സ്ട്രക്ചർ നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ? ഒന്നുമില്ലാതെ ഒരു 10 മീറ്റർ നീളമുള്ള ഒരു തുണി ഉപയോഗിച്ച് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളും, അങ്ങനെ കുറെ ബ്ലാക്ക് കാറ്റുകൾ അല്ലേ എന്ന് വേണേൽ പറയാം. അങ്ങനെ കുറെ ആളുകൾ ഇരുന്ന് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് പുസ്തകം വെച്ചുകൊണ്ട് മനുഷ്യരെ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ ഭരിക്കുകയാണ്. അവിടെ ഈ അക്രമം നടത്തിയവര് ക്രിമിനലുകൾ, ഓക്കെ. അപ്പൊ അവരെ കൊന്നവരാരാ? വെടിവെച്ച് കൊന്നവരാരാ? അവര് നല്ല മനുഷ്യർ. ദൈവത്തിന്റെ ശത്രുക്കൾ എന്നാണ് മനുഷ്യരെ, ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ ഈ മനുഷ്യൻ ഇയാൾ വിലയിരുത്തിയത്. ദൈവത്തിന്റെ ശത്രുക്കൾ. ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ കറക്റ്റാണ്. മനുഷ്യരുടെ സുഹൃത്തുക്കളാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവൻ ഏതവനും, അവൻ ദൈവത്തെ അറിയുന്നെന്ന് പറയുന്നവൻ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നെന്ന് പറയുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനൊക്കെ തന്നെ അതായത് മനുഷ്യരെ മറക്കുന്നവരാണ്. മനുഷ്യന് അവനൊരു പ്രശ്നമല്ല. ആളുകളെ കൊല്ലുന്നതിന് ദൈവത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് പോലും. ഈ IRGC ദൈവത്തിന്റെ ഭരണം നിലനിർത്താനായിട്ടാണ് ഇറങ്ങിക്കൊന്നത്. ദൈവത്തിന് പറ്റില്ലല്ലോ. അപ്പം ക്രിമിനലുകൾ എന്നാണ് പിന്നെ വിളിക്കുക. ആദ്യം ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിളിച്ചു, പിന്നെ ഇപ്പൊ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്നു, പിന്നെ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, വിളിക്കൂ. പിന്നെ സ്വയം ആരാണെന്ന് കൂടി ഈ പറയുന്ന വ്യക്തി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. And Khamenei has finally admitted to the slaughter of several thousand Iranians while shamelessly blaming the West. എപ്പോഴും ഇതാണ് ഇറാനിൽ നടക്കുന്ന എല്ലാ പ്രശ്നവും. അവിടെ വിലക്കയറ്റമാണേലും പട്ടിണിയാണേലും വെള്ളമില്ല, വൈദ്യുതി ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതിന്റെ എല്ലാം കാരണം അമേരിക്കയാണ്. അമേരിക്കൻ ഉപരോധം എന്നാണ് പറഞ്ഞത്. അമേരിക്കയുടെ ഉപരോധം എന്തിനാണ് വരുന്നത്? എന്തിനാണ് അമേരിക്ക ഉപരോധിക്കുന്നത്? ഇനി അമേരിക്ക അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക അറ്റാക്ക് ചെയ്തുകൊണ്ടാണെന്ന് പറയും. എങ്ങനെയായാലും അമേരിക്കയാണ്. മറ്റൊരാളാണ് അതിന്റെ കാരണം. തങ്ങൾ വളരെ മിടുക്കരാണ്, ഏഞ്ചലിക്കാണ്, പെർഫെക്റ്റ് ആണ്. ഇതാണ് അമേരിക്ക എണ്ണയ്ക്ക് വേണ്ടി നടത്തുന്ന സാധനമാണ്. കഴിഞ്ഞ 2009 മുതൽ നടന്ന 9 ജീവൻ പ്രാണൻ ബലി കഴിച്ചുകൊണ്ട് ഇറാനിയൻ ജനത നടത്തിയ 9 പ്രക്ഷോഭങ്ങളിലും ഈ പറയുന്ന മനുഷ്യൻ ഒരേ വാദമാണ് ഉന്നയിച്ചിട്ടുള്ളത്: അമേരിക്ക ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പം അവർ രണ്ടും ഒന്നും ചെയ്തില്ലെങ്കിലും ഇയാൾ ഇത് തന്നെയായിരിക്കും പറയുക. അത് വേറെ കാര്യം. ചെയ്താലും ചെയ്തില്ലേലും ഇത് തന്നെ പറയും.
ഇപ്പം ഇന്റർനെറ്റ് നിരോധിച്ചതിന്റെ കാര്യം എന്നാണ് രസം. അപ്പൊ അതിന് പകരം ഈ ഇലോൺ മസ്ക് ഒരു സംവിധാനം കൊടുത്ത് അതിനെ ജാം ചെയ്ത്, അത് വലിയൊരു വിജയമായിരുന്നു എന്നാണ് പറയുന്നത്. ജാം ചെയ്യുന്നത് ആക്ച്വലി വലിയ വിജയമൊന്നും അല്ല. അത് സാധാരണ ഒരു സേനയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഇപ്പൊ ഏതൊരു രാജ്യത്തായാലും അതിനെ സ്റ്റാർലിങ്സിനെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ജാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടന്ന കാര്യം തന്നെയാണ്. അത് ചെയ്തിട്ട് ആ ഇരുട്ടിന്റെ മറവിൽ ആളുകളെ, സ്വന്തം ജനതയെ കൊന്നൊടുക്കുക എന്നുള്ള ക്രെഡിറ്റ് മാത്രമേ പുള്ളിക്ക് അവകാശപ്പെടാൻ സാധിക്കൂ. അപ്പം അതിൻ്റെ ഒരു തെളിവാണ് when the regime imposed a mass murder enabling the internet blackout to carry out the massacre. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഘട്ടത്തിൽ ഈ റസ പഹ്ലാവി എന്ന് പറയുന്ന അവിടുത്തെ ക്രൗൺ പ്രിൻസ് പുള്ളി നടത്തിയിട്ടുള്ള ചില റീൽസ് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പ്രസംഗങ്ങൾ അത് ആദ്യം കണ്ടുകൊണ്ടിരുന്ന 34 മില്യൺ ആളുകളാണ്. 40 മില്യൺ ഒരിടത്ത് കണ്ടു, 89 മില്യൺ വരെ വന്നു, പിന്നെ 35 മില്യൺ, 37 മില്യൺ. പക്ഷെ അപ്പോഴാണ് ഇന്റർനെറ്റ് വരുന്നത് 5.8 മില്യൺ, 5.4 മില്യൺ, 5.5 മില്യൺ. ഇതെങ്ങനെയാണ് വന്നത്? ഇത് ശരിക്കും ഈ പ്രൊട്ടസ്റ്റ് അങ്ങേയറ്റം നിൽക്കുന്ന സമയത്ത് ആണ്, ശരിക്കും എൻ്റെ 2ാമത്തെ ആഴ്ചയിലാണ് ഈ ഇത്ര രീതിയിൽ കുറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരുന്ന 89 മില്യണിൽ നിന്നാണ് ഈ 5 മില്യണിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാനിലെ ആളുകളാണ്. ആ ഇറാനിൽ ഇയാൾക്ക് വേരുകളില്ല, അദ്ദേഹത്തിന് ഒരു ഇതും ഇല്ല, ഒരു പിന്തുണ ഇല്ലെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്, അല്ലെ? മറുപക്ഷം പറയുന്നത്. ഓഫ്കോഴ്സ് ഇത്രയും 10-47 വർഷമായിട്ട് രാജ്യത്തിന് പുറത്ത് നിൽക്കുന്ന പുള്ളിയുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത്രയധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സംഗതി എങ്ങനെയാണ് ഇന്റർനെറ്റ് ബ്ലാക്ക് ഇത് ചെയ്യുന്നു, വൈദ്യുതി ഇല്ല, എങ്ങനെ നിയന്ത്രിക്കുന്നു, ഒരു റിപ്രസീവ് ആയിട്ടുള്ള ഭരണകൂടം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുമ്പോൾ നോക്കിക്കോണം, നിങ്ങൾക്ക് കേൾക്കാം. ഖാമനൈ ഒരു ത്രട്ടണിങ് ആയിട്ടുള്ള റിമാർക്സ് ആണ് കൂടുതലും നടത്തുന്നത്. Those who are connected with Israel and US inflicted significant harm and caused the death of several thousands. Several thousands കൊല്ലപ്പെട്ടു എന്ന് എന്തായാലും ഖാമനൈ സമ്മതിച്ചു, several thousands. പക്ഷെ അതിന് കാരണം കൊന്നത് ഇസ്രയേലും അമേരിക്കയാണ്. അപ്പം ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ഗാസയിൽ ഉള്ള മുഴുവൻ ഗാസക്കാരുടെ ദുരന്തത്തിനും ഇസ്രയേലുകാരുടെ ദുരന്തത്തിനും കാരണം ഹമാസ് ആണ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കറക്റ്റ് അല്ലേ? വസ്തുത അതങ്ങനെ തന്നെയല്ലേ? ആണ്. അതല്ല, അത് ഇസ്രയേലാണ്. ഇസ്രയേൽ അങ്ങനെ ബോംബിടാൻ പാടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഇസ്രയേൽ അങ്ങനെ ലീഫ്ലെറ്റ് ഇട്ട് കൊടുക്കുന്നു, അത് ഇട്ട് കൊടുക്കുന്നു, അതൊന്നും അങ്ങനെയൊന്നുമല്ല. ഇസ്രത്വം കുറ്റം അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഈ തൗസൻഡ്സ് കൊല്ലപ്പെട്ടതിന്റെ കാരണമായിട്ട് വെടിവെച്ച് കൊന്നത് IRGC ഈ മനുഷ്യന്റെ ഉത്തരവോടുകൂടി അല്ലെ അനുമതിയോടുകൂടി ചെയ്ത കാര്യമാണ്. അനുജ്ഞ അല്ലെ, അങ്ങനെയാണ് പുതിയ വാക്ക്. അങ്ങനെ ചെയ്ത കാര്യമാണ്. അതിന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയാണ് ഈ കൊന്നതെന്ന്, ഇറാനിയൻ മനുഷ്യൻ. മറ്റേത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, അത് ഹമാസിനെ കുറിച്ച് ഒരു പ്രശ്നമില്ല. നോക്കുക, ആ ഇരട്ടത്താപ്പ് അവിടെ വളരെ വ്യക്തമാണ്. He vowed accountability for domestic and international criminals എന്നാണ്. ആഭ്യന്തരം ഉണ്ടെന്ന് സംഭവിച്ചല്ലോ, ഇന്റർനാഷണൽ ക്രിമിനൽസും ഉണ്ട്. അതാരാ? അത് പുറത്തുള്ളവരായിരിക്കും, ട്രംപ് ഉൾപ്പെടെയുള്ള, നെതന്യാഹു ഉൾപ്പെടെയുള്ള ആൾക്കാരായിരിക്കും ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹി ഈസ് നോട്ട് എ ക്രിമിനൽ. അതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇറാൻസ് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫോളോഡ് ഓൺ January 18 ഇന്നലെ, സ്റ്റേറ്റിംഗ് എനി US അറ്റാക്ക് ഓൺ ഖാമനൈ ഈക്വൽസ് ഫുൾ സ്കെയിൽ വാർ. എനി US അറ്റാക്ക് ഓൺ ഖാമനൈക്ക് നേരെ ഏതൊരു അറ്റാക്ക് നടന്നാലും അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകും. പ്രോമിസിങ് ഹാർഷ് റെസ്പോൺസ്. ഈ പെഷസ്കിയാനെ അറിയാമല്ലോ. പെഷസ്കിയാൻ അമേരിക്കയിൽ പോയിരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഇസ്രയേലിലെ 12 ദിവസ യുദ്ധത്തിനിടയിൽ നടത്തിയ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റു എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു. ഞാൻ ജീവിച്ച ഭാഗ്യമാണെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. എന്തായാലും സൈനികമായ അതിശക്തമായ നിലയിൽ നിൽക്കുന്ന, അതിശക്തമായ പെർഫോമൻസ് 12 ദിവസ യുദ്ധത്തിൽ കാഴ്ചവെച്ച ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് കൂടി അദ്ദേഹം ഓർക്കണം. അതിഭീകരമായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെയും അദ്ദേഹത്തിന്റെയും പെർഫോമൻസ്. കയ്യിൽ കുറെ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, കുറെ ഡ്രോൺസ് ഉണ്ട്. ഓഫ് കോഴ്സ് അത് വിടാം,
ഏറെക്കുറെ എവിടെയെങ്കിലും വന്ന് വീഴും എന്നതൊഴിച്ചാൽ ഇറാന് അമേരിക്കയ്ക്കെതിരെ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ്. ഇനി ഇസ്രയേൽ കൂടി ചേരുകയാണെങ്കിൽ ഇറാന്റെ ഈ ഹാർഷ് റെസ്പോൺസും മരണത്തിന്റെ എന്തോ ശൃംഖലയൊക്കെ സൃഷ്ടിക്കൽ, അതിനൊന്നും കാര്യമില്ല. വെറുതെ റെട്ടറിക്, ഇറാൻ എപ്പോഴും അങ്ങനെയുള്ള റെട്ടറിക് ആണ് പറയുക. കഴിഞ്ഞ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണത്തിൽ തന്നെ കൊടിയേറ്റുന്നു, നമ്മളിതെല്ലാം കണ്ടതാണ്. പക്ഷെ സ്റ്റിൽ ഈ ബെല്ലിജറന്റ് ആയിട്ടുള്ള റീകാൾസിട്രന്റ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് നമ്മളുടെ മുള്ളയും ടീമും നിൽക്കുന്നത്. ഖാമനയെ അറ്റാക്ക് ചെയ്താൽ ഫുൾ സ്കെയിൽ വാർ. അപ്പൊ ഖാമനയെ അറ്റാക്ക് ചെയ്യും, എവിടെ കൊണ്ട് ഒളിപ്പിക്കും എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ഈ ന്യൂക്ലിയർ, ഈ ഫോഡോയിലും ഇസ്ഫഹാനിലും ഒക്കെ ന്യൂക്ലിയർ, പക്ഷെ അവിടെയും വരെ തകർത്ത് കയറുന്ന ബോംബുകൾ അല്ലെങ്കിൽ ബോംബുകളും ബോംബറുകളും അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫുൾ സ്കെയിൽ വാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ സ്കെയിൽ വാർ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഇദ്ദേഹം ആദ്യം സ്ട്രൈക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഖത്തർ, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് സീ, അല്ലെങ്കിൽ പേർഷ്യൻ കടലിലായിരിക്കും അടുത്തൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. പിന്നെ ഇസ്രയേലിനെ ആക്രമിക്കുക ഒരു ഓപ്ഷൻ. ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ അല്ല. ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ പണ്ട് സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ അമേരിക്ക വരുന്നു, അമേരിക്കയെ വിളിച്ചു വരുത്താണ് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കയും നേറ്റോയും കൂടെ അവിടെ വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഉമ്മത്ത് വികാരം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുമായിട്ട് സദാം ഹുസൈൻ ചെയ്തത് ഇസ്രയേലിലേക്ക് സ്കഡ് മിസൈലുകൾ വിടുകയായിരുന്നു. ഇസ്രയേലിന്റെ പല സ്ഥലങ്ങളിലും ചെന്ന് വീണു, ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രയേല് തിരിച്ചടിക്കാനായിട്ട് പലതവണ ഒരുങ്ങിയപ്പം അമേരിക്ക കോമ്പൻസേറ്റ് ചെയ്യായിരുന്നു. ഇസ്രയേലിന് അത് സാധിക്കുമായിരുന്നു, ഇന്ന് സാധിക്കുന്ന പോലെ സാധിക്കുമായിരുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും അതിനെ തിരിച്ചടിക്കാൻ മിസൈലുകൾ ഇതേപോലെ സ്കഡ് പോലെയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ. പക്ഷെ അമേരിക്ക ഇസ്രയേലിനെ തടഞ്ഞു നിർത്തുകയാണ്. ഇതേ ടാക്ടിക് ആണ് ഇപ്പൊ ഇറാൻ എടുക്കുന്നതെങ്കിൽ ചുറ്റുമുള്ള സുന്നി രാജ്യങ്ങൾ ഒരിക്കലും ഇസ്രയേലിനെതിരെ ആക്രമിക്കാനൊന്നും പോവില്ല. ഇസ്രയേലിനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വയം വെച്ചനത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രയേൽ എപ്പോഴും ഇറാനെ അങ്ങോട്ട് നിന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള രാജ്യമാണ്. അതവരെ തെളിയിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി ആക്രമിക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിനെ എല്ലാം നശിക്കട്ടെ എന്നുള്ള രീതിയിൽ പോയി തോണ്ടുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നാണ്. ഓഫ് കോഴ്സ് കുറെ ഇസ്രയേലിന്റെ എവിടെയൊക്കെ മിസൈലുകൾ വീഴാൻ സാധിച്ചാൽ ഭാഗ്യം. പക്ഷെ ഇറാന്റെ അവസ്ഥ എപ്പോഴും യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പലരും പറയും ഈ ഇസ്രയേലിൽ ഏതെങ്കിലും ഒരു മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ അവർ തന്നെ കരുതുന്നു ഇസ്രയേലിൽ അങ്ങനെ ഒരു മിസൈൽ പോലും വീഴാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഇതില്ല. ഹൂത്തികളുടെ ഒരെണ്ണം അവിടെ വീണു, ഹൂത്തികൾ ആരാണ്? അങ്ങനെയല്ല ഒരു യുദ്ധം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാനാണ് കഴിഞ്ഞ ഈ 12 ദിവസ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിജയവും ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും അട്ടർ ഹ്യൂമിലിയേഷനുമായിരുന്നു. അതിന്റെ ഒരു റിപ്പീറ്റിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വളരെ നന്നായിരിക്കും. പിന്നെ അമേരിക്കയുടെ താവളങ്ങളും അമേരിക്കയുടെ പോസ്റ്റുകളും ഒക്കെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അമേരിക്ക ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറാന് കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം കൂടും. പിന്നെ ഈ IRGC അവിടെ തന്നെ ഒരു വലിയൊരു സംഘർഷം, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു സിവിൽ വാർ ഇറാഖ് പോലെ ആകാൻ സാധ്യതയുണ്ട്. IRGC അപ്പോഴും ഇപ്പൊ ഹമാസ് എങ്ങനെയാണോ ഗാസയിൽ ഇങ്ങനെ ഒരു എത്ര മൂലയ്ക്ക് ചവിട്ടി കൂട്ടിയാലും എത്ര മൂലയ്ക്ക് തൂത്തുകൂട്ടിയാലും ഈ തോക്കുമായിട്ട് നിൽക്കുന്നത് പോലെ ഈ IRGC നിൽക്കും. IRGC ഹമാസുമായിട്ട് നല്ല ബന്ധമാണ്. IRGCയുടെ ഹമാസിന്റെ ഒരു വലിയൊരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് ഹിസ്ബുള്ളയുടെ തന്തയാണ് ശരിക്കും IRGC. ഹൂത്തികൾ, ഇതെല്ലാം നോക്കുമ്പോൾ ഒരേ സംഗതിയാണ്. ഇതിനായിട്ട് വേണ്ടി ദൈവത്തിന് വേണ്ടി പോരാടുന്ന, ദൈവഭരണത്തിന് വേണ്ടി പോരാടുന്ന മത ടീമുകളാണ് ഇതെല്ലാം. പാർലമെന്റ് സ്പീക്കർ ലേബിൾഡ് US ട്രീപ്പ് ആൻഡ് ഇസ്രയേൽ ലെജിറ്റിമേറ്റ് ടാർഗറ്റ് ഇഫ് സ്ട്രൈക്സ് ഓക്കർ. ഒക്കെ ഇസ്രയേലിനെ വിരട്ടുകയാണ്, ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന്. ഇസ്രയേലിന് ഒരുപക്ഷെ വേണ്ടതും വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ.
ട്രംപിന്റെ കാര്യത്തിൽ നിലവിലൊന്നും പറയാൻ കഴിയില്ല. ട്രംപിന്റെ സ്വഭാവം വെച്ചാൽ വളരെ ഇറാറ്റിക് ആണ്. കാരണം എന്തിനാണ് ഇത് നീക്കുന്നത്? ട്രംപ് പൈസ നോക്കുകയാണെങ്കിലും ഈ സൗത്ത് ചൈന സീയിൽ കിടക്കുന്ന USS എബ്രഹാം ലിങ്കൻ, അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന ഫൈറ്റർ ആയിട്ടുള്ള ഈ നാവിക ആയുധങ്ങളൊക്കെ കയറ്റിയിട്ടുള്ള അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള ആ വ്യൂഹം, ഫൈറ്റർ ജെറ്റ്സ് ജോർഡാനിലൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ദീഗോ ഗാർഷിയിലുണ്ട്. B-2 ബോംബേഴ്സ് 6 അവിടെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നീക്കുക. ഈ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമാണ്. പൈസ വേണം, സമയം വേണം, ഊർജം വേണം, ആളുകളെ അയക്കണം, റിസ്ക് ഉള്ള കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞിട്ട് യുദ്ധം വേണ്ട എന്നാണോ എങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സമൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2022 ഫെബ്രുവരിയിലെ കാര്യമാണ്. അന്നാണ് റഷ്യ യുക്രൈനെ ഇൻവേഡ് ചെയ്യുന്നത്. റഷ്യൻ സൈനികരെ ഏതാണ്ട് 1,95,000 പരം വരുന്ന സൈനികരെ യുക്രൈൻ്റെ അതിർത്തിയിൽ കൊണ്ട് നിർത്തി എല്ലാം റെഡിയാക്കി നിർത്തിയിട്ട് റഷ്യ പുറത്തു വിട്ടുകൊണ്ടിരുന്ന അവരുടെ ടെലഗ്രാം ചാനലുകളിലും ഈ ലാവ്റോവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം, ഒരിക്കലും റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ പോകുന്നില്ല, അത് വെസ്റ്റിന്റെ പ്രൊപ്പഗാൻഡയാണ് എന്നാണ്. നിങ്ങൾ അന്നത്തെ പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. അങ്ങനെ ആര് പറഞ്ഞു ആക്രമിക്കുക? ഞങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വിന്റർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് ആണ് ശരിക്കും ആക്രമിക്കും എന്നുള്ള അമേരിക്ക പറഞ്ഞു ആക്രമിക്കും. ബൈഡനെ കുറിച്ചൊക്കെ എല്ലാവരും മോശമായിട്ട് വന്നല്ലേ, ബൈഡൻ പറഞ്ഞു ആക്രമിക്കും, ഉറപ്പാണ്. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ സാധനം എല്ലാം പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു മൊബിലൈസേഷൻ ഏതാണ്ട് അതിർത്തിയിലെല്ലാം വിന്യസിച്ചതിന് ശേഷം ഒരു 6 മാസം കണ്ടെടുത്ത ഇന്ത്യൻ സൈനികരെ മുഴുവൻ പിൻവലിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. കാരണം ഇന്ത്യക്ക് ഒരിക്കലും ഒരു യുദ്ധം 2 രാജ്യങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. റഷ്യക്ക് അങ്ങനെയല്ല. പിന്നെ അമേരിക്കയുടെ കാര്യം, അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളൊക്കെ നോക്കുക. മറ്റു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സൗദിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഈ അരാംകോ പോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും വരുമോ എന്നുള്ള ഒരു പേടി സൗദിക്കുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഐ ഡോണ്ട് റൂൾ ഔട്ട് an അമേരിക്കൻ സ്ട്രൈക്ക്. കൂടുതലൊന്ന് ഇപ്പം ഇറാന്റെ ഈ പറഞ്ഞോണം അവർ നിർത്തിവെച്ചു എന്ന് പറഞ്ഞു 800 പേരെ. അതൊരു ഗുഡ് ഇനഫ് റീസൺ ഒന്നുമല്ല. അത് വേണമെങ്കിൽ അവർക്ക് ഇനിയും ചെയ്യാം. കാര്യം അമേരിക്കയും ഇസ്രായേലും ഒക്കെ പുറത്ത് നടക്കണം. അവിടുത്തെ ജനങ്ങളെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പുറത്തറിയാൻ കഴിയില്ല. പിന്നെ 800 പേരെ രക്ഷിക്കുക എന്നുള്ളതല്ലല്ലോ. റഷീം ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. റഷീം ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രംപ് ഇതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ കാര്യത്തിൽ അത് നമ്മളൊരു ഈ കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ ഇതിൽ അമേരിക്ക അടിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ വെച്ച് ഇത് ചെയ്യാൻ വേണ്ടി നിലവിൽ ഇതൊരു പോസാണ്. കഴിഞ്ഞ ആഴ്ചയും പോസ് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെ പറയാൻ കഴിയുള്ളൂ. USS എബ്രഹാം ലിങ്കൻ കാരിയർ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സാറ്റലൈറ്റ് പിക്ചേഴ്സ് എല്ലാം സൂചിപ്പിക്കുന്നത്. എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? വെറുതെ ഇറാനെ വിരട്ടാനാണോ ഇത്രയും ഓടി വരുന്നത്? ഇത്രയും ദിവസങ്ങൾ എടുത്ത് സഞ്ചരിച്ച് വരികയാണ്. അതുപോലെ തന്നെ അഡീഷണൽ F-15 ഫൈറ്റർ ജെറ്റ്സ് അറ്റ്ലീസ്റ്റ് 12 arrived in Jordan recently. Satellite tracking and the report indicates the carrier accompanied by destroyers USS Spruance, USS Michael Murphy and USS Frankie Peterson Jr. plus a submarine. എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. ഇറാന് കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം അത്യാവശ്യം റെഡിയാക്കിക്കൊണ്ട് തന്നെ അമേരിക്ക പോകണം. പിന്നെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇസ്രായേൽ ഓരോന്ന് ഇങ്ങനെ ചുട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറാനും പറയുന്നുണ്ട് അവർ 8 ഇസ്രായേലി നഗരങ്ങളിലേക്ക് അവർ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് നല്ലത്. ഇത് നിങ്ങളിത് നോക്കൂ. ദിസ് AI പിക്ചേഴ്സ് അല്ല എന്നാണ് ഞാൻ ഇത് ഒരുപാട് എടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ മനുഷ്യരെ ഈ എന്താ പറയുന്നത് വാഴക്കന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കൂട്ടിയിട്ട് നിൽക്കുന്നില്ലേ? ഇത് കുറച്ചുകൂടെ ഒരു ഡെവലപ്ഡ് രാജ്യം ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒക്കെ ഇതായിട്ട് ഈ മനുഷ്യരെ ഇങ്ങനെ മോർച്ചറിക്ക് സമീപം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ആശുപത്രികളിലൊക്കെ ചെന്ന് കയറി ഇവന്മാർ താണ്ടാണ്ടോ ഇങ്ങനെ നടക്കുകയാണ്. ഈ തെരുവിലാണ്. ഇത് എതിർ സൈന്യത്തിനെതിരെ, സ്വന്തം ജനങ്ങൾക്കെതിരെയാണ്. ഒരു ഭരണം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കുകയാണ്. ഇറ്റ്സ് എ നോർമൽ ഡേ ഇൻ ഓക്യുപ്പൈഡ് ഇറാൻ. ദിസ് ഈസ് വാട്ട് ലിവിങ് ഇൻ എ ബ്രൂട്ടൽ ഇസ്ലാമിക് ടോട്ടാലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ ആളുകൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ, ഇവിടുത്തെ സോ കോൾഡ് ഫെമിനിസ്റ്റുകളെല്ലാം വായ്ത്താരി മുഴക്കി സപ്പോർട്ട് ചെയ്യാൻ.
ഈ കിടക്കുന്ന മനുഷ്യരാണിത്. ഇത് ഇവരൊരു ജെറുസലേം പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണ്. 5,000 ഒഫീഷ്യലി കില്ല് ചെയ്തു. 5,000 കില്ല് ചെയ്തു, കൊല്ലപ്പെട്ടു എന്ന് ഭരണകൂടം സമ്മതിക്കുമ്പോൾ എന്തായാലും ഈ 20,000 എബോവ് എന്നുള്ള കണക്ക് ശരിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. തെറ്റാവാൻ സാധ്യതയില്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. ശ്രദ്ധിച്ചോ, ലൈവ് ഫ്രം ടെഹ്റാൻ. ആരാണ്? നമ്മുടെ ജിഹാദി മീഡിയയുടെ ഇപ്പോഴത്തെ കിങ് പിൻ എന്നറിയപ്പെടുന്ന ഈ അൽ ഖ്വയ്ദ ചാനൽ. ഈ അൽ ഖ്വയ്ദ ചാനൽ ഇത് ഈ ഗവൺമെന്റിന് ക്രാക്ക് ഡൗൺ തുടങ്ങി അവർക്ക് നിർണായകമായിട്ടെല്ലാം അടിച്ചമർത്തിയതിന് ശേഷം ഈ അൽ ഖ്വയ്ദ ചാനൽ മൊത്തം ലൈവ് ഫ്രം ടെഹ്റാൻ ആയിരുന്നു. വേറെ ഒരു ചാനലും ലൈവ് ഫ്രം ടെഹ്റാൻ ഇല്ല. അവർക്ക് എങ്ങനെ ആക്സസ് വരുന്നു? മുള്ള റഷീമുമായിട്ട് ഉമ്മത്ത് ബോണ്ടാണിത്. ഇവരൊക്കെ വാർത്തകളല്ല കൊടുക്കുന്നത്, ഇവരുടെ എന്താണ് ദാവാ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അവിടെ കൊല്ലപ്പെടുന്നവരൊന്നും അവർക്ക് പ്രശ്നമില്ല. ഗാസയിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് ഓർത്ത് വിതുമ്പുന്ന ആങ്കേഴ്സും ചർച്ചക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇവര് ഇറാനിലെ, നിങ്ങൾ ആ വാർത്ത നോക്കൂ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇതാണ് എനിക്ക് ഇതിനുള്ള ഒരു പ്രശ്നം. ഗാസയിലെ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. നമുക്കെല്ലാം ദുഃഖമുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അവിടുത്തെ സ്വന്തം ജനങ്ങളെയും ഇസ്രായേലികളെയും കൊന്നൊടുക്കുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ്. മനുഷ്യർ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അത് ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇവർക്ക്, ഈ പറയുന്ന ഈ ചാനലിനും 24/7 ഉള്ള ഈ ചാനലിനും എന്തുകൊണ്ട് ഈ 10,000-കണക്കിന് ആളുകൾ ഇറാനിൽ കൊല്ലപ്പെടുമ്പോൾ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു, മതത്തോടൊപ്പം നിൽക്കുന്നു? മതമാണ് മതമാണ് മതമാണ്, വേറെ ഒന്നുമില്ല. എന്തു പറയും? ഇപ്പൊ റേപ്പ് ആയിക്കോട്ടെ, കൊലപാതകം ആയിക്കോട്ടെ, കൂട്ടക്കൊല ആയിക്കോട്ടെ, ജനോസൈഡ് ആയിക്കോട്ടെ, സിവിൽ ജനോസൈഡ് ആയിക്കോട്ടെ, ഡെമോസൈഡ് ആയിക്കോട്ടെ, എത്തനിസൈഡ് ആയിക്കോട്ടെ, എന്തായാലും കുറെ ആളുകൾക്ക് ഇതാണെങ്കിൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇത് ഞാൻ സൗദിക്ക് 2019 സെപ്റ്റംബർ 14 അരാംകോ അതിലെ ആക്രമണം, ഈ സനയിൽ നിന്ന് പോയ ഡ്രോൺസും ഒക്കെയാണ്. ഖുറൈസ് ഫീൽഡ്, അൽ ജുബാലി, ബുഖായ, like the attack caused large fires at the refineries which according to the Saudi Arabian Interior Ministry were put out several hours later. വലിയൊരു തീപിടുത്തമാണ് ഉണ്ടാക്കിയത്. അത് കാരണം ഏതാണ്ട് 5 മില്യൺ ബാരലിന് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൗദിയുടെ പ്രൊഡക്ഷൻ, ഇതൊരു പ്രോസസ്സിങ് യൂണിറ്റുകളാണ്, റിഫൈനറികൾ. അത് പെട്ടെന്ന്, ഇത് ഏതാണ്ട് 5% ലോകത്തിന്റെ എണ്ണ, വിൽക്കപ്പെടുന്ന എണ്ണ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്. പെട്ടെന്ന് ഹോൾട്ടഡായി, എണ്ണ വില കയറി. അവരെ ശരിക്കും കഴുത്തിനാണ് അത് വന്നത്, അവർ പ്രതീക്ഷിച്ചില്ല. അത് വലിയ രീതിയിൽ ചർച്ചയല്ല. ഹൂത്തീസ് സൗദി അടിച്ചതല്ലേ, സൗദി ഹൂത്തി അടിച്ചാലും ഹൂത്തി സൗദി അടിച്ചാലും നമുക്കത് വലിയ വാർത്തയല്ല. സ്ത്രീകൾ കൊല്ലപ്പെടുന്ന, കുട്ടികൾ, അതൊന്നും അവിടെ ഒരു വിഷയമല്ല. വിവാഹ പാർട്ടിയിലോ സ്കൂളിലോ എവിടെ വേണേലും ബോംബിടാം, നോ പ്രോബ്ലം. സൗദിക്കിടാം ഹലാൽ ബോംബ്. ഇതാണ് അതിനകത്തെ ചില പിക്ചേഴ്സ് ഒക്കെ വളരെ മാരകമാണ്. എണ്ണയല്ലേ സംഗതി, സൗദി പ്രതീക്ഷിച്ചില്ല. പ്രൊഡക്ഷൻ ഹോൾഡ്, എ സിംഗിൾ അറ്റാക്ക് immediately halted about half of Saudi Arabia's daily oil production, approximately 5.7 million barrels. This accounted for 5% of the total global oil supply. ഇത് ഹൂത്തീസ് അതിന്റെ ക്ലെയിം ചെയ്തെങ്കിലും ശരിക്കും ഇറാനാണ് ഇതിന്റെ പിന്നിലെന്ന് സൗദിക്ക് അറിയാവുന്ന കാര്യം. ഈ ഡ്രോൺസ് ഹൂത്തികൾ ഉണ്ടാക്കിയല്ല. ഹൂത്തികൾക്ക് ഈ തരം ഡ്രോൺസും മിസൈലുകളൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഫാക്ടറികളൊന്നും ഇല്ല. ഇത് നമ്മുടെ മുള്ള ടീം കൊടുത്തതാണ്. മുള്ള ടീം എല്ലായിടത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് നടന്നതിൽ തന്നെ ഒരു ചെറിയല്ല വലിയൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞ എന്താണ്? ഇറാന്, നിങ്ങൾ ഈ പൈസ ഇറാന് കൊടുക്കൂ, ആദ്യം ഇറാനികൾക്ക് ജീവിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കും, അല്ലാതെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും അല്ല പൈസ കൊടുക്കാൻ. എൻ്റെ പൈസ ഇറാനാണ്, ഞാൻ നികുതി കൊടുക്കുന്നു. അങ്ങനെ ഒരു മുദ്രാവാക്യമാണ് ഈ ഇതിനകത്ത് ഉയർന്നു കേട്ടത്. എത്ര വാലിഡ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. ഈ മതഭീകരതയെ പാലൂട്ടി വളർത്താനായിട്ട് ഈ മുള്ള റഷീം നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചതാണ്. എത്ര വാലിഡ് ആയിട്ടുള്ള ഒരു 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 സ്ലോഗനായിരുന്നു അത്.
ഇതില് അമേരിക്ക ഇറാനെതിരെയാണ് അന്നും പറഞ്ഞത് ഈ അറ്റാക്കിനെതിരെ. Their argument was based on finding that the missiles and drones used by Iranian manufacture. അത് വളരെ പ്രത്യേകിച്ച് അമേരിക്ക അത് കണ്ടെത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ കണ്ടെത്തേണ്ട കാര്യമുണ്ടോ എന്നറിയാം. ഇവരെന്തായാലും ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഏർപ്പാടുകളൊന്നും ഹൂത്തികളുടെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. To ensure Saudi security, US sent additional Patriot missile defense system to Saudi Arabia. പക്ഷേ ഇതിനെതിരെ സൗദി അറേബ്യ വലിയ റെസ്പോൺസ് ഒന്നും നടത്തിയില്ല. പിന്നെ ഇസ്രയേലും ഇന്റലിജൻസ് കൊളാബറേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനം. ഈ യുദ്ധസമയത്ത് ഇസ്രയേലും ഈ ആറാംകോയുടെ സംഭവം വന്നപ്പോഴാണ് ശരിക്കും ഇസ്രയേലും അമേരിക്കയും സൗദിയും കൂടുതൽ അടുക്കുന്നത്. അബ്രഹാം അക്കോർഡിലേക്ക് അവർ വരും എന്നൊക്കെയുള്ള ഒരു പ്രതീതി വരികയും ചെയ്തു. പക്ഷെ സൗദിക്ക് ഒരു ഓർമ്മയുണ്ട്, തങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു, അടുത്തൊരു യുദ്ധം നടക്കുമ്പോൾ തങ്ങളുടെ എണ്ണ കമ്പനികളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയക്കും, അത് ഇറാനും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക സൗദി ട്രംപിനെ ഇപ്പോഴും അറിയിച്ചിട്ടുണ്ട്. അതവിടെയുള്ള ഖത്തറും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് മാറിയിരിക്കുന്നത്. അതുപോലെ മാത്രമല്ല അവരുടെ ലാൻഡ്, അതുപോലെ തന്നെ അവരുടെ സ്റ്റേഷൻസ് അല്ലെങ്കിൽ സെന്റേഴ്സ് ആക്രമണത്തിനായിട്ട് അവർ കൊടുക്കാനും സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാം അതിനാണ് യഥാർത്ഥത്തിൽ ഈ അബ്രഹാം ലിങ്കൺ പോലെയുള്ള വിമാനവാഹിനി കപ്പലുകൾ അങ്ങോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഇവരുടെ മേലിൽ വരില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ സദാം ഹുസൈൻ സ്കഡ് വിട്ടോണം, ഇറാൻ പ്രതികരിച്ചാലും ഓഫ്കോഴ്സ് ഇറാൻ പ്രതികരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഇറാൻ പ്രതികരിച്ചാൽ എത്രത്തോളം, ഇറാൻ അത്ര വലിയ സപ്പോർട്ട് എന്തായാലും ഈ പുറത്തുനിന്നുള്ള സൗദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നി രാജ്യങ്ങൾ കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ എഴുതി തിമിർക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവുമായിരിക്കും സപ്പോർട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻകോൺസിക്വൻഷ്യൽ ആണത് ആക്ച്വലി ബാറ്റിൽ ഫീൽഡിൽ. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ വിലപിച്ചവർ ഇറാനിൽ നിന്ന് കൊല്ലപ്പെട്ടതായിട്ട്, ഇത് ഞാൻ രണ്ടെണ്ണം വെറുതെ റെപ്രസെൻറ്റേഷണൽ എന്നുള്ള രീതിയിൽ വെച്ചതന്നേ ഉള്ളൂ. കൊല്ലപ്പെടുന്നതായിട്ട് പുറത്തു വരുന്ന മനുഷ്യരുടെ, ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ, അവരുടെ വെറുതെ ചിത്രങ്ങളല്ല, അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് വെറുതെ തലയ്ക്കാണ് വെടിവെച്ചത്. എല്ലാവരുടെയും തലമണ്ട നോക്കിയാണ് വെടിവെച്ചിരിക്കുന്നത് IRGC. ഇത്ര വലിയൊരു ക്രൂരത, ഇത്ര വലിയൊരു അടിച്ചമർത്തൽ, അത് സന്തോഷ സൂചകമായിട്ട് എടുക്കുന്നവരും അതൊരു വലിയൊരു പ്രശ്നമല്ല എന്ന് പറയുന്നവരും ഒക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു അത് ബേസിക്കലി കാണാൻ പോവാണ്. ഇനിയിപ്പോ സപ്പോസ് ഇപ്പൊ ഇത്രയും പ്രശ്നം വന്നു നിൽക്കുകയാണ്, ഇനി ഇതിനെ തുടർന്ന് ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം വരികയാണെന്നിരിക്കട്ടെ, ഐ കനോട്ട് റൂൾ ഇറ്റ് ഔട്ട്, അതൊരിക്കലും സാധിക്കില്ലല്ലോ. ഒരു ആക്രമണം വരികയാണെങ്കിൽ അമേരിക്ക ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് IRGCയുടെ സെന്റേഴ്സ് നോക്കിയാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുക നോർമലി. അപ്പോൾ ഇവർ കുറച്ച് റെസ്പോണ്ട് ചെയ്യും. ഇസ്രായേലിലൂടെ യുദ്ധത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പരിക്ക് പറ്റും. പെട്ടെന്ന് തന്നെ ഒരു ബ്ലിറ്റ്സ് ക്രീഗ് മോഡൽ തന്നെ ഇസ്രായേൽ വീണ്ടും അവരെ ലക്ഷ്യമിടുന്ന അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സെന്റേഴ്സും അതോടൊപ്പം തന്നെ അവരുടെ ന്യൂക്ലിയർ ബാക്കി എന്തെങ്കിലും ബാക്കിയുണ്ടോ, കുറെ എൻറിച്ചഡ് സാധനമൊക്കെ മഞ്ഞക്കേക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ തന്നെയായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇറാനിലെ മുള്ള റഷീം അതിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. ഇറാന്റെ സൈന്യവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥ എല്ലാം ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ്. പിന്നെ പുറത്തുനിന്ന് ഇടപെടൽ വേണ്ട, അല്ലാതെ തന്നെ മാറിക്കൊള്ളും എന്നൊക്കെ ആണെങ്കിൽ അതിനൊരു ചെറിയൊരു സാധ്യത ഇല്ലാതില്ല. കാരണം സാമ്പത്തികമായിട്ട് ഇറാൻ പോകുന്ന രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും പേരെ കൊന്നുകൂട്ടിയെങ്കിലും ഖാമനൈ സുരക്ഷിതനല്ല എന്ന് തന്നെയാണ് നമ്മൾ അവരുടെ ഒരു സ്ട്രക്ചറലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഒരു ഇന്റർവെൻഷൻ വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇത്രയും വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക്, ഇത്രയും മൂവ്മെന്റ് ചെയ്യുന്ന സ്ഥിതിക്ക്, അതിന് തന്നെ ചിലവുള്ള സ്ഥിതിക്ക് ഐ തിങ്ക് കുറച്ച് ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കുറെ ആസൂത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഇറാനെ ഒരു ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ചൂന്നുന്നുണ്ടല്ലോ,
ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ആക്കാൻ, പഴയ പേർഷ്യ സൈറസിന്റെ ഒക്കെ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സൈറസിൽ നിന്നൊക്കെയാണ് ഈ കാമനയിലേക്ക് വരുന്നത്. എത്രയോ വർഷം, 10,000-2000 വർഷത്തിന് മുമ്പ് വരുന്ന സൈറസിന്റെ ആയിട്ട് നോക്കുമ്പോൾ തന്നെ കാമനി എത്ര അപരിഷ്കൃതനാണ് എല്ലാ തരത്തിലും. അപ്പൊ അങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവിൽ പറയുന്നത് ഈ കൂട്ടക്കശാപ്പ് മുള്ളമാര് നടത്തിയ അതിൽ അത്യധികം അത് അങ്ങേയറ്റം അപലപനീയമാണ്, ദുഃഖകരമാണ്. ഇത് ഒരു രാജ്യത്ത് നടക്കില്ല. വേറെ രാജ്യത്ത് ഈ ഇസ്ലാമിക ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇന്ന് ലോകത്ത് ഇതേപോലെ നടക്കുള്ളൂ. അതിനിപ്പോൾ സുഡാൻ ആയാലും കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ സൗദി ആയാലും കൊള്ളാം, വേറെ എവിടെയെങ്കിലും പണ്ട് സോവിയറ്റ് യൂണിയൻ പോലെയുള്ള കംബോഡിയ പോലെയുള്ള ചൈനയിൽ ഒരുപക്ഷെ നടക്കുക. ചൈനയിൽ ഇപ്പൊ നടക്കത്തില്ല. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ നടന്നു, അതേപോലെ ഇപ്പൊ നടക്കത്തില്ല. പിന്നെ ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനീസ് ഭരണകൂടം ലിബറൽ ആകാത്തത് കൊണ്ട് അവരങ്ങ് 2ാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ വിശ്വസിക്കുന്ന ടീമുകളും ഉണ്ട്. ടിയാനൻമെൻ സ്ക്വയറിൽ ചൈനയുടെ ഈ അവിടെ ഇരിക്കുന്ന പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞത്, ഡിക്റ്റേറ്റർഷിപ്പ് ഏതിൻ്റെ ആയാലും ഭീകരമാണ്, ആ പോട്ടെ. ആ ഒരു പാർട്ടി പിന്നെ ചെയ്തത് ഈ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ലോകവീക്ഷണം അത് നടപ്പിലാക്കാണ് അവിടെ ചെയ്തത്. അവര് തന്നെ മാറി. അവര് തന്നെ അതിനകത്ത് അവർ അതിജീവിച്ചു, ജനങ്ങളെ കൊന്ന് അതിജീവിച്ചു, ടാങ്ക് കയറ്റി കൊന്നു, ഓക്കെ, അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റിനെ വാഴ്ത്തുന്നത്. അതിനുശേഷം അവർ എങ്ങനെയാണ് പോയ രീതിയിൽ തന്നെയാണോ? അല്ല, അവർ 79 തുടങ്ങി വെച്ച ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസം പിന്നെ ശരിക്കും എന്താണോ ആ ഒരു രീതിയിൽ തന്നെയാണ് പോയത്. അത് 10 വർഷമായപ്പോഴാണ് 89 ടിയാനൻമെൻ സ്ക്വയർ വരുന്നത്. അന്ന് അത് അടിച്ചമർത്തിയത് കൊണ്ടല്ല ചൈന രക്ഷപ്പെട്ടത്. ചില ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയുക, മദ്യത്തെ വെള്ളം ഒഴിച്ചു കുടിക്കുന്നത് ആളുകളുണ്ട്, ശീലമാക്കുന്നവരുണ്ട്. അപ്പോൾ അവർ കുറേ റമ്മിൽ വെള്ളം ഒഴിച്ചു, വിസ്കിയിൽ വെള്ളം ഒഴിച്ചു, പിന്നെ വേറെ എന്താണ് ജിന്നിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ വെള്ളമാണ്, എല്ലാത്തിലും വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ ലഹരി ഉണ്ടാകുന്നത് എന്ന് കരുതുന്നോണം. ഈ സമരം അടിച്ചമർത്തിയത് കൊണ്ടാണ് ചൈന രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്ന വളരെ തമാശയാണ് ഇതൊക്കെ. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പ്രതികരിച്ച് തന്നെ പരിഗണിച്ച് തന്നെ അത് മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. എന്നാലും ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകാം. ഫേസ്ബുക്കിൽ പിക്ചറാക്കാനുള്ള അനിയന്മാരുടെ എണ്ണം കൂടി വരുന്ന സങ്കടമുണ്ട്. ഡീപ്ലി സോറി ഫോർ യുവർ ലോസ്. First of all, sorry for your loss. Have you seen about the recent Dilip's suicide issue? How are men safe under such circumstances? I think Essence should address this issue. ഞാൻ കണ്ടു, ഒരു വിഷയവും കണ്ടു. എസൻസ് അഡ്രസ് ചെയ്യണം എന്ന് പറയുന്നു. താങ്കൾ എൻ്റെ ചോദ്യങ്ങൾ വായിച്ചാൽ ഉത്തരം പറയുമ്പോൾ എനിക്ക് അളവ് കടന്ന സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ട്. വളരെ നന്ദി. ലവ് യു അസീസ് സാർ. അക്ഷയ്, താങ്ക് യു അക്ഷയ്.
NSS, SNV, ജോയിൻ ഹാൻഡ്സ് എല്ലാവരും വെള്ളാപ്പയെ വർഗീയവാദി എന്ന് വിളിക്കുന്നു. പണ്ട് സാർ പറഞ്ഞു ഓർക്കുന്നു, ഒരു വർഗീയവാദി മറ്റേ മാർഗവാദിയെ നോക്കി വർഗീയവാദി എന്ന് വിളിക്കുന്നതാണ് കേരളത്തിൽ. എന്താണ് ഈ വർഗമതം എന്ന് പറയുന്നത്? ഈ കേരളത്തിലെ ഒരു നേതാവ് കിടന്ന് അലറി വിളിക്കുന്ന കേട്ടോ, എന്നാലും ഞാൻ മതേതരത്വം വിടില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ മതേതരത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ പുള്ളി മതമൈത്രി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള, അതായത് മൈത്രി. ഇതിനെയാണ് മതേതരത്വം എന്നൊക്കെ വെച്ച് അങ്ങ് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. മതമൈത്രി മതത്തിന്റെ ഉൽപ്പന്നമാണ്. ഈ പറയുന്ന കുത്തിത്തിരിപ്പിന് നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവരുടെ ഉൽപ്പന്നം അല്ല കേട്ടോ. അവർ വിചാരിച്ചാൽ ഇതൊന്നും നടക്കൂല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് തമ്മിലുള്ള ഇത് ചൂഷണം ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് അധികാരത്തിൽ വരാൻ പോകുന്നു. എല്ലാ പാർട്ടികളും അത് തന്നെ ചെയ്യുന്നു. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. വർഗീയവാദി എന്ന് ഒരുത്തനെ നോക്കി വിളിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിലെ എല്ലാ പൊളിറ്റീഷ്യൻസോടും പറയാൻ ഈ ഒരൊറ്റ വാചകം മാത്രമേ ഉള്ളൂ. സോവിയറ്റ് കാറുകൾ എന്തിനാണ് പിൻവശത്തെ ഗ്ലാസ്സിൽ ഹീറ്റർ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മഞ്ഞുകാലത്ത് വണ്ടി സ്റ്റാർട്ട് ആവാതെ വരുമ്പോൾ അത് തള്ളിക്കൊണ്ടു പോകല്ല, അപ്പോൾ കൈ തണുക്കാതിരിക്കും. നീ ഇപ്പൊ നേരെ വായിക്കുന്നുണ്ടല്ലോ അക്ഷയ്. അമേരിക്കക്കാർ പുതിയ ലജി കണ്ടുപിടിക്കുമ്പോഴാണ് സോവിയറ്റ് യൂണിയൻ ചെയ്യുന്നത് അത് പഴയ മോഡൽ കോപ്പി അടിക്കുക എന്നാണ്. 1960 ഇറ്റാലിയൻ ഫിയറ്റ് കോപ്പി അടിച്ചു. 1900 വിൽക്കുന്നതിനാണ് ഇവർ മഹത്തായ വിപ്ലവം എന്ന് വിളിക്കുന്നത്. What makes you think that Baron Trump will come into politics? What makes you think? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അജ്മൽ. കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ ബുദ്ധിജീവികൾ പോലും വീണു പോകുന്നത് സാമ്പത്തിക സാക്ഷരത കുറവായതുകൊണ്ടാണോ? തീർച്ചയായും. പക്ഷേ ഒരുപാട് ചോദ്യം ഉണ്ടല്ലോ. മതം നൽകുന്ന വൈകാരിക സംതൃപ്തി തന്നെയാണോ കമ്മ്യൂണിസ്റ്റ് വ്യത്യാസം നൽകുക? യെസ്. There was a news in media one that Trump has cheated the protesters. How do you see this? സമയമായിട്ടില്ല. ഈ കാലത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പണം നൽകേണ്ടി വരുമ്പോൾ അത് സോഷ്യലിസ്റ്റിലേക്കുള്ള മടങ്ങിപ്പോക്കാക്കുമോ? ഇത്തരം പ്രതിസന്ധിയിലെ വിപണി എങ്ങനെയാണ് നേരിടുക? ഞാൻ വേറൊരു ഇതിൽ പറയാം കേട്ടോ. പക്ഷേ നമ്മുടെ സബ്ജക്റ്റുമായി If USA captures 12 shadow ships of Russia, will lose more money that it's produced. And how do you see this? അത് ഞാൻ ഒരു ലൈവ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. നിങ്ങൾ അന്ന് ബാക്ക് ലൈവില് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതൊരു അമേരിക്കയുടെ അത്ര ഒരു എന്താ പറയാ, അല്ല, റഷ്യയുടെ അത്ര ഒരു നല്ല അവസ്ഥയല്ല റഷ്യക്കൊന്നും പറയാനും വയ്യാത്ത. How did the name Persia change into Iran, or are they related? പേർഷ്യ സാമ്രാജ്യമാണ്. ഞാൻ അത് ഒരു ലൈവ് ചെയ്യാം. പേർഷ്യൻ സാമ്രാജ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അത് അറബികൾ കീഴടക്കുകയാണ്. ശരിക്കും അറബികൾ കീഴടക്കിയിട്ട് ഇസ്ലാം ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പേർഷ്യയിൽ. അവർ ശരിക്കും സൊറാസ്ട്രിയൻസ് ആണ് ബേസിക്കലി. ഈ പേർഷ്യൻസ് എന്ന് പറയത്തില്ല, ഈ പാഴ്സികൾ എന്ന് പറയുന്ന ഇന്ത്യൻ പാഴ്സീസും ഇറാനിയൻ പാഴ്സീസും ഉണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് ഒരു ലൈവ് ചെയ്യാം. ശാസ്ത്രീയ മനോവൃത്തി ടെമ്പർ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തി? എനിക്ക് നാളെ ഒരു പബ്ലിക് പ്രസന്റേഷൻ ഉണ്ട്. അതായത് വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജ്, ഇതാണ് വിഷയം. ഈ ശാസ്ത്രീയ മനോവൃത്തി സയൻസ് സ്റ്റുഡൻറ് എന്നുള്ള അത് സാധനമാണ്. I usually listen to you on Spotify, but your lives appear very late on Spotify. Can we have them ചൂടോടെ on the same day? ഞാൻ സ്പോട്ടിഫൈ ഞാനല്ല ചെയ്യുന്നത്, അത് ചെയ്യുന്ന ആളോട് ഞാൻ പറയാം. ലൈക്ക് യു സോ മച്ച്. ഓക്കെ, കൊള്ളാം. കൊട്ടാരക്കരയാണോ RCയുടെ നിയമസഭാ മണ്ഡലം? അല്ല, കുന്നത്തൂര്.
അവിടെ ചങ്ങനാശ്ശേരി. അവിടെ എനിക്ക് വോട്ട് ഇവിടെയാണ്. 10 വർഷം ബിൻ ലാദന് അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് പാകിസ്ഥാനിൽ കഴിയാൻ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? എന്തോ കളിയില്ലേ ഇതിന്റെ പുറകിൽ. അമേരിക്ക ഫിനിഷ് ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ അമേരിക്കയെ അറിയാതെ അങ്ങനെ തന്നെയാണല്ലോ. ചിലപ്പോൾ അമേരിക്ക എങ്ങനെ അറിയാതിരിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്ത്യയുടെ പകുതി ഹിന്ദുക്കളുടെ വോട്ട് പോലും ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും 12 വർഷമായി ഭരിക്കുന്നു. ബി ജെ പി അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ നേടിയോ? ഇല്ല. ബി ജെ പിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതല്ല. അവരെ അങ്ങനെ ഒരു പോർഷനാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ ആ ഒരു മതാത്മക രാഷ്ട്രീയം വെച്ച് നോക്കുകയാണ്. അക്ഷയ് പ്രഭു ഹിറ്റ്ലറെ അടിച്ച് അത്രയും ചോദ്യം ഇടുന്നുണ്ട്. ഞാന് യു വിൽ മിസ് യു ഗിരീഷ് ചേട്ടാ. Sir, as a regular watcher of your life, never seen a gentleman Girish Chetan even in your life, but can always feel his presence around you. Sorry for the loss. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഇരുന്നത് ചെയ്യുമ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിലിരുന്ന് കുറേ മേ ബി മോസ്റ്റ് 4.5 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളാണ്. അപ്പം ഓഫ് കോഴ്സ് നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഗിരീഷിനെ എന്തിനാണ് വെറുതെ പറഞ്ഞ് ഇതാക്കുന്നത്? യുക്തിവാദികൾ എന്തുകൊണ്ടാണ് ശാസ്ത്രവാദികളെ അംഗീകരിക്കാത്ത? താങ്കളുടെ അഭിപ്രായം പറയുമല്ലോ. യുക്തിവാദികൾ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ശാസ്ത്രവാദികളെ അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു നിലപാടില്ല. ശാസ്ത്രവാദികൾ യുക്തിചിന്ത എന്ന ലെവലിൽ ശാസ്ത്രം വിളമ്പുന്നത് ശരിയായ പ്രവണതയാണോ? ശാസ്ത്രവാദികളോ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. യുക്തിചിന്ത യുക്തിവാദിയുടെയും ശാസ്ത്രചിന്ത ശാസ്ത്രവാദിയുടെയും അല്ലേ? ഈ വ്യത്യാസം പലർക്കും അറിയില്ലല്ലോ. എനിക്കറിയില്ല നിങ്ങൾ എന്താണ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഇറാനിലെ മനുഷ്യാവകാശ സമരത്തെയും അതിനെ അടിച്ചമർത്താൻ നടത്തുന്ന മനുഷ്യക്കുരുതിയെയും ഇതുവരെ കണ്ടിട്ടില്ല. അവർ സിനിമയിലെ പൊള്ളി കറ പോലെയുള്ള സൂപ്പർ ഫിഷ്യൽ ഐറ്റംസിന് പിറകിലാണ്. ഓൾവേസ് കാലത്തും അങ്ങനെ തന്നെ. എത്ര ഫിലിംസ്, എത്ര എന്താ പറയാ, അതാണ് ഇവിടെ നടക്കുന്ന. അതാണ് പലപ്പോഴും അത് കുറച്ച് അരോചകം കൂടിയാണ്. ജസ്റ്റ് ലൈക്ക് അവര് പൊളിറ്റിക്സ്, ഈ പോരാളികൾ എന്നൊക്കെ പറയുന്നവര് തന്നെയാണ്. സോ റിഗ്രസീവ്. മനുഷ്യന്റെ എതിരായ നിലപാട്, അതാണ് മനുഷ്യനെതിരായ നിലപാട്. അതാണ് ശരിക്കും പൊതുവെ അവർ എടുത്തു കാണുക. ഏത് കാര്യത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇറാനിൽ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രക്ഷോഭരെ അടിച്ചമർത്തി പല ചാനലുകളിൽ പല ന്യൂസിൽ വന്നുകൊണ്ടിരിക്കും. ശരിക്കും സത്യം എന്താണ്? ഖാമനയി ഇറാനിൽ നിന്ന് മുങ്ങിയോ? ഖാമനയി ഇറാനിൽ നിന്ന് ഇതുവരെ മുങ്ങിയതായിട്ട് എനിക്കറിയില്ല. അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രക്ഷോഭം പലരും, ഞാൻ ഈ ഇറാൻ അനുകൂല ചാനലുകൾ, പ്രൊട്ടസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ലൈവ് ചാനലുകളൊക്കെ എല്ലാം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ വെറാസിറ്റിയെ കുറിച്ച് അറിയില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഇതൊരു കൺക്ലൂഷനായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മെൻസ് കമ്മീഷൻ വരുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് വിമൻസ് ഇങ്ങനെയുള്ള കമ്മീഷനിലോട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് either men or women. ഇത്തരത്തിൽ ഈ പ്രിവിലേജുകളും ഇത്തരം പ്രത്യേക പരിഗണനാ സംഘങ്ങളും ഇങ്ങനെയാണോ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്? ആർക്കെങ്കിലും പ്രൊട്ടക്ഷനോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു ആവശ്യം
ഒരു കാലത്ത് വളരെ ഒരു തമാശയും പിന്നെ ഒരു ഫലിതവും ഒരു കോമഡിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് സജീവമായിട്ട് നിങ്ങളെ പോലുള്ളവർ വരെ ചോദിക്കണമെങ്കിൽ അതിന്റെ കാരണം ഈ വിമൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എന്താണോ ഉദ്ദേശിച്ചത്, ഓരോ വിഭാഗത്തിനും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെക്കുകയും നിയമം, നീതി അതേപോലെയുള്ള കാര്യങ്ങൾ അങ്ങ് മാറ്റുക. അതാ നിയമവും നീതിയും ഭരണഘടനയൊന്നും അല്ല പ്രശ്നം. ഓരോ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളാണ്. അത് ജെൻഡർ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, പിന്നെ ജാതി, മതം, ജില്ലാ അടിസ്ഥാനം, എന്തെല്ലാം അടിസ്ഥാനത്തിലാണ്. ഇത് സത്യത്തിൽ ഒരു ജനതയെ തന്നെ നശിപ്പിക്കുകയാണ് നമ്മളെ രാഷ്ട്രീയക്കാരെ യഥാർത്ഥത്തിൽ നശിപ്പിക്കാൻ കാരണം വെച്ചാൽ ജനത ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഓരോരോ നേടിയെടുക്കുന്ന കാര്യങ്ങൾ. ഞാൻ വേണ്ട ഈ ഷബാനു കേസ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നീതി അല്ലേ പറയുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ മാറ്റും. മാന്യമായി പണിയെടുക്കുന്ന ആശാവർക്കർക്ക് മാസം 8,000, സ്കൂളിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നവർക്ക് മാസം കൊടുക്കുന്ന 8,000, കള്ളനും കൊലപാതകയും ജയിലിൽ മാസം ശമ്പളം കൊടുക്കുന്നത് 16,800. ആസി എന്ത് പറയുന്നു? 16,800 കൊടുക്കുന്നതായിട്ട് ഞാൻ ഫാക്ച്വലായിട്ട് എനിക്കറിയില്ല. ആ ശമ്പളം ഈ ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് അതിന്റെ ചില വ്യവസ്ഥകൾ അനുസരിച്ച് അതിലൊരു ഭാഗം അവര് കുറ്റം ആർക്കെതിരെയാണോ ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകും. പിന്നെ ഒരു ഭാഗം ഈ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളുടെ വീടുകളിലേക്ക് പോകും. പിന്നെ കുറച്ച് ഒരു ചെറിയൊരു ഭാഗം 5-1 മറ്റോ അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതവിടെ സ്ഥിരം കുറ്റവാളികളാകുന്നവരെ കൊണ്ട് ജോലി ചെയ്ത് അവർ ഇത് സർക്കാർ നികുതി പണമല്ല കൊടുക്കുന്നത്, മറിച്ച് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അല്ലെ അവർ ചെയ്യുന്ന സേവനങ്ങൾക്കും കിട്ടുന്ന തുകയുടെ ഒരു ഭാഗം ആണ് ഈ നികുതിയായിട്ട് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ കണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അവരൊരു ജോലി ചെയ്യുന്നു, അവരുടെ ഒരുപാട് സിവിൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡഡ് ആണ്. അവർ കുറ്റം ചെയ്തു, അവരെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. റിവെഞ്ച് ആണെങ്കിൽ, അതായത് ഒരാൾ കുറ്റം ചെയ്തതിൽ റിവെഞ്ച് മോട്ടീവ് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ കൊടുക്കാൻ പാടില്ല, 5 പൈസ കൊടുക്കാൻ പാടില്ല. എന്നാൽ റിഡീം ചെയ്തെടുക്കുക, അയാളെ ശുദ്ധീകരിച്ച് ഒരു മാതൃകാ പൗരനായിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അയാളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിൽ, ആ വ്യക്തിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ജയിൽ അന്നേരം കൊലേറയായിട്ട് മാറും. ജയിൽ ഒരു എന്താ പറയുക, ഒരു ശുദ്ധീകരണ സെന്റർ, അല്ലെ ഒരു റീഹാബ്, അതല്ല അവിടെ ആവുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ണിന് കണ്ണ്, ഈ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ മൂക്കിന് മൂക്ക് എന്നുള്ള രീതിയിലുള്ള ബ്ലഡ് മണി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതേപോലുള്ള റിവെഞ്ച് മോട്ടീഫാണ് സ്റ്റേറ്റിനുള്ളതെങ്കിൽ അത് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിനെ പാടുള്ളൂ. ഒരു ജനാധിപത്യ സ്റ്റേറ്റ് ഒരിക്കലും ഒരാൾ കുറ്റം ചെയ്ത് അയാളോട് പ്രതികാരം പാടില്ല, അയാളോട് വൈരാഗ്യവും വിദ്വേഷവും പാടില്ല. മറിച്ച് അയാളെ ചെയ്ത തെറ്റിന് 2 രീതിയിലാണ്. അവർക്ക് മാതൃകയായിട്ട് അയാളെ ശിക്ഷിക്കണം, പിന്നെ ഈ തെറ്റിന്റെ ആവർത്തനം തടയണം, 3 അയാളെ തിരിച്ചു കൊണ്ടുവരണം. ഈ 3 കാര്യങ്ങളാണ് ഒരു പരിഷ്കൃത സമൂഹവും ഒരു പരിഷ്കൃത ഭരണകൂടവും ചെയ്യേണ്ടത്. അവിടെ റിവെഞ്ച് മോട്ടീഫ് എടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വർക്ക് അവിടെ ഇരുന്ന് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നത് നല്ല കാര്യം. ഒരാളെയും ഈ സൗജന്യമായിട്ട് കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കരുത്. സൗജന്യം എന്നൊന്നും ഇല്ല. അതിനോട് എനിക്ക് യോജിപ്പാണ്. പിന്നെ ഈ പൈസ 2 ഇടത്ത് പോകുന്നു എന്നറിഞ്ഞു. ഒന്ന് ഇരയുടെ വീട്ടിലേക്ക് പോകുന്നു, ഇര മീൻസ് വിക്ടിം, അതിന്റെ വിക്ടിം. മറ്റൊന്ന് ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലും ഒരു സംഗതി അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇരയ്ക്ക് പ്രതി പൈസ കൊടുക്കണോ, അങ്ങനെയാണ് കോടതി വിധിയൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാനൊരു നിയമം പറഞ്ഞല്ലോ. Stay strong, Asi. Yeah, thank you. You said that you done a video on antivirus regarding MH370 Malaysian airline. Can you say the title of the video? I am unable to find out. ആ വീഡിയോയുടെ പേര്, പണ്ട് പേരൊക്കെ വരുമ്പോൾ എനിക്ക് അവനോട് ചോദിക്കാമായിരുന്നു. പേര് ഞാൻ പറയാം. അതായത്
അൺചാറ്റ് അടിച്ചു നോക്കിയാൽ അൺചാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു. ഞാൻ മനുലാൽ ഇനാശു എന്ന് പറയുന്ന ഇപ്പോൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരു നമ്മളെ എസൻസിന്റെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പുള്ളിയായിട്ട് പുള്ളി ഒരു ഈ ഏവിയേഷൻ അതുപോലെ തന്നെ വിമാനം പറത്തൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ വലിയ താല്പര്യമുള്ള കപ്പലുകളുടെ അതേപോലെ അതൊക്കെ താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. പുള്ളി ഒരു എന്തോ കപ്പൽ ഓടിക്കുന്ന ആളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഈ ഒരു വിഷയം പുള്ളിക്കും ഭയങ്കര താല്പര്യമാണ്, എനിക്കും താല്പര്യമാണ്. എന്നാൽ താല്പര്യമുള്ള രണ്ടുപേർ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ അടിസ്ഥാനത്തിൽ അന്ന് സംസാരിച്ചാണ് ആൺചാറ്റ് MH370, അൺചാറ്റ്, ആന്റിവൈറസ്, രവിചന്ദ്രൻ സി, മനുലാൽ ഈനാശു ഇത്രയൊക്കെ അടിച്ചു നോക്കി കിട്ടിയില്ല. നിങ്ങൾക്ക് എന്താ പറയുന്നില്ല, ചില ആളുകൾ പറഞ്ഞ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലെന്ന് കരുതിയാൽ മതി. Bringing back the real mammoth is impossible scientifically. കൊണ്ടുവരാൻ കഴിയും. എനിക്കത് ആക്ച്വലി തിയററ്റിക്കലി യെസ് എന്നാണ് പറയുന്നത്, പക്ഷേ എൻ്റെ പ്രാക്ടിക്കൽ ഇത് എനിക്ക് നോക്കണം. താങ്കളത് ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും. Probably neurons are controlled by Marxist essence, global is woke. Probably neurons are controlled by Marxist essence, global is woke. Essence global woke ആണോ? എനിക്ക് ആണെങ്കിൽ ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്തും. വോക്കാണോ? എന്തടിസ്ഥാനം നിങ്ങൾ പറയുന്നത്? മാർസിസ്റ്റോ? എങ്കിൽ പിന്നെ ഇസ്ലാമിസ്റ്റ് എന്ന് വിളി, അതിലും നല്ലതല്ലേ? പിന്നെ ചുമ്മാ നിങ്ങൾ വിളിക്കുകയാണ്, നിങ്ങൾ രസത്തിന് വിളിച്ചാണെങ്കിൽ ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെല്ലാം നമ്മളെ വിളിക്കുന്ന ആളുകൾ അതേപോലെ ഉള്ളൂ. നമ്മളെ ഡോക്മകൾക്കെതിരാണ് സുഹൃത്തെ. ആരുടെ പേരുന്ന അൺടൈറ്റിൽഡ് ചാലഞ്ചർ 05M അങ്ങയോട് ഞാൻ പറയാൻ, നമ്മൾ ഡോക്മകൾക്കെതിരാണ്. ഓക്കെ.